ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് നീ വരുവോളം 25-ാം ഭാഗം. രചന ആമിക, അവതരണം ബിൻസു ഷിജി. ആ രാത്രി ശ്യാമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആയുസ്സിലെ ഏറ്റവും ദൈർഘ്യമേറിയതും കഠിനവുമായ ഒന്നായിരുന്നു. പുറത്ത് ശിവപുരം ഗ്രാമം നിശബ്ദതയിൽ കിടന്നപ്പോൾ അവൻ്റെ ഉള്ളിൽ ചിന്തകളുടെ ഒരു വൻ കടൽ തന്നെ ഇരമ്പുകയായിരുന്നു. അവൻ പെതുക്കെ ജനാലയ്ക്കൽ വന്ന് ഇരുണ്ട ആകാശത്തേക്ക് നോക്കി ഉള്ളുരുകി പ്രാർത്ഥിച്ചു. ഭഗവാനെ, ഈ കാര്യങ്ങളൊക്കെ ഞാൻ എങ്ങനെ വീണയോട് പറയും? അവൾക്ക് ഈ വേദനകളൊക്കെ എങ്ങനെ താങ്ങാനാകും? സ്വന്തമെന്ന് വിശ്വസിച്ചവർ ഒന്നും സ്വന്തമല്ലെന്നും സ്വന്തമായി ഉള്ളവരെല്ലാം ഈ അവസ്ഥയിലാണെന്നും എനിക്ക് എങ്ങനെ അവളോട് പറയാനാവുക? ഭഗവാനെ, വഴിമുട്ടി നിൽക്കുന്ന എന്നെ നീ തന്നെ കൈപിടിച്ച് നടത്തണമേ. അവൻ്റെ പ്രാർത്ഥനയിൽ ആത്മാർത്ഥതയുടെയും നിസ്സഹായതയുടെയും നനവുണ്ടായിരുന്നു. ഉറക്കം വരാതെ കട്ടിലിൽ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്ന ശ്യാമിൻ്റെ തോളിൽ നവീൻ കൈവച്ചു. എടാ, നീ ഇങ്ങനെ വിഷമിക്കാതെ ഒന്ന് സമാധാനപ്പെട്. നമുക്ക് എന്തെങ്കിലും വഴിയുണ്ടാക്കാം. അത് പറയുമ്പോഴും ആ വഴി എന്താണെന്ന് നവീനും നിശ്ചയമില്ലായിരുന്നു. രാത്രിയുടെ ഓരോ യാമങ്ങളും എണ്ണിത്തീർത്ത ശ്യാം ഒടുവിൽ പുലർച്ചെയോടെ ഉറച്ചൊരു തീരുമാനത്തിലെത്തിച്ചേർന്നു. പുലർച്ചെ 6 മണിയായപ്പോൾ തന്നെ അവൻ നാരായണൻ ചേട്ടൻ്റെ ചായക്കടയിലേക്ക് നടന്നു. ചേട്ടാ, ഇവിടെ നിന്ന് എറണാകുളത്തേക്ക് പോകാൻ ബസ്സുകൾ വല്ലതുമുണ്ടോ? ശ്യാം തിരക്കി. ഇവിടെ നിന്ന് ഒരു 20 കിലോമീറ്റർ മാറി ടൗണിൽ ചെന്നാൽ എറണാകുളത്തേക്ക് നേരിട്ട് ബസ് കിട്ടും മോനെ. എന്തേ രാവിലെ തന്നെ അത്ര ധൃതിപ്പെട്ടൊരു യാത്ര? അദ്ദേഹത്തിൻ്റെ സ്നേഹത്തോടെയുള്ള ആ ചോദ്യത്തിന് മറുപടി നൽകാതെ അവൻ വേഗത്തിൽ വീട്ടിലേക്ക് നടന്നു. പ്രഭാത ഭക്ഷണം കഴിച്ച ശേഷം ശ്യാം നവീനെ അരികിലേക്ക് വിളിച്ചു. അവൻ്റെ മുഖത്ത് വ്യക്തമായൊരു ഉറപ്പ് നിഴലിക്കുന്നുണ്ടായിരുന്നു. നവീൻ, നീ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് നാട്ടിലേക്ക് തിരിക്കണം. എനിക്ക് ഇവിടെ കുറച്ച് കാര്യങ്ങൾ തനിയെ ചെയ്തു തീർക്കാനുണ്ട്. നവീൻ എന്തെങ്കിലും ചോദിക്കും മുൻപേ ശ്യാം തുടർന്നു. ഞാൻ ആവശ്യപ്പെടുമ്പോൾ നീ വീണയെയും കുഞ്ഞുങ്ങളെയും കൂട്ടി ഇങ്ങോട്ട് വരണം. കൂടെ അനുവിനെയും കൂട്ടിക്കോ. കാർ എനിക്കിവിടെ വേണം. അതുകൊണ്ട് നീ ബസ്സിൽ പോയിക്കോളൂ. ഞാൻ ഇവിടെ തന്നെ നിൽക്കാൻ തീരുമാനിച്ചു. വീണയോടിപ്പോൾ ഒന്നും പറയണ്ട. ശ്യാമിൻ്റെ മുഖത്തെ ആ നിശ്ചയദാർഢ്യം കണ്ടപ്പോൾ മറുത്തൊന്നും പറയാൻ നവീന് തോന്നിയില്ല. തൻ്റെ സുഹൃത്ത് വലിയൊരു ദൗത്യത്തിലേക്കാണ് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നതെന്ന് അവൻ തിരിച്ചറിഞ്ഞു. അവർ ടൗണിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് നാരായണൻ ചേട്ടൻ അങ്ങോട്ട് വന്നത്. മോനെ, എനിക്കും ടൗൺ വരെ ഒന്ന് വരണമായിരുന്നു. കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ. എന്നെ കൂടി കൂട്ടാമോ? ഈ സമയത്ത് ഇവിടെ മറ്റു വണ്ടികളൊന്നും കിട്ടില്ല. ശ്യാം വാക്കുകളൊന്നും പറയാതെ സ്നേഹത്തോടെ പുഞ്ചിരിച്ച് സമ്മതം മൂളി. അങ്ങനെ അവർ ടൗണിലേക്ക് യാത്ര തിരിച്ചു. യാത്രയിലുടനീളം നവീൻ തികച്ചും മൗനത്തിലായിരുന്നു. ശ്യാമിനെ ഈ നിഗൂഢ ഗ്രാമത്തിൽ തനിച്ചാക്കി പോകാൻ മനസ്സനുവദിച്ചില്ലെങ്കിലും സുഹൃത്തിൻ്റെ തീരുമാനത്തെ അവൻ മാനിച്ചു. ടൗണിലെത്തി ബസ്സിൽ കയറാൻ നേരം നവീൻ ശ്യാമിൻ്റെ കൈകളിൽ മുറുക്കെ പിടിച്ചു. ആ കണ്ണുകളിൽ ആശങ്കയും പ്രാർത്ഥനയും ഉണ്ടായിരുന്നു. നവീൻ പോയതിനു ശേഷം സാധനങ്ങളൊക്കെ വാങ്ങി ശ്യാമും നാരായണ ചേട്ടനും തിരികെ ശിവപുരത്തേക്ക് തിരിച്ചു. ആ യാത്രയിലുടനീളം നാരായണ ചേട്ടൻ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ശ്യാമിൻ്റെ ഉള്ളിൽ കേൾക്കുന്നുണ്ടായിരുന്നില്ല. നാരായണൻ ചേട്ടനെ കടയിലിറക്കി ശ്യാം നേരെ പള്ളിമേടയിലേക്ക് നടന്നു. അവിടെ ചില പഴയ രേഖകൾ പരിശോധിക്കുകയായിരുന്ന ജോസഫ് അച്ഛൻ ശ്യാമിനെ കണ്ടതും തല ഉയർത്തി ചോദിച്ചു. കൂട്ടുകാരൻ പോയി അല്ലേ? ഇനി എന്താണ് നമ്മുടെ പരിപാടി? ശ്യാം ഒന്ന് പുഞ്ചിരിച്ചു. അച്ഛാ, എനിക്കൊപ്പം ഒന്ന് മാളിയേക്കൽ തറവാട് വരെ വരാമോ? ഓ, അതിനെന്താ, ഇപ്പോൾ തന്നെ പോയേക്കാം. അച്ഛൻ ഒട്ടും മടിച്ചില്ല. പേപ്പറുകൾ മാറ്റിവെച്ച് അദ്ദേഹം വേഗം എഴുന്നേറ്റു. കാറിന് കഷ്ടിച്ച് കടന്നു പോകാൻ മാത്രമുള്ള ഇടുങ്ങിയ വഴിയിലൂടെ അവർ മാളിയേക്കൽ തറവാട്ടിലെത്തി. വീടിനടുത്തെത്തിയപ്പോൾ ശ്യാമിൻ്റെ ഉള്ളൊന്ന് പിടഞ്ഞു. ആൾതാമസമില്ലെന്ന് തോന്നിപ്പിക്കും വിധം കാട് പിടിച്ചു കിടക്കുന്ന പരിസരം. ഏത് നിമിഷവും ഇടിഞ്ഞു വീഴാറായ ആ ചുവരുകൾക്ക് പറയാൻ 1000 സങ്കട കഥകളുണ്ടെന്ന് അവന് തോന്നി. അവരെ കണ്ടതും അയൽപ്പക്കത്തെ ഒരു കൊച്ചു പെൺകുട്ടി ഓടി വന്നു. അച്ഛാ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലായ്പ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കട്ടെ മോളെ. നീ സണ്ണിയെയും മേഴ്സിയെയും ഒന്ന് വിളിച്ചേ, അച്ഛൻ പറഞ്ഞു. അവൾ വേഗം ആ തകർന്ന വീടിനുള്ളിലേക്ക് ഓടിമറഞ്ഞു. ശ്യാം നെഞ്ചിടിപ്പോടെ ഉമ്മറത്തേക്ക് നോക്കി നിന്നു. അല്പസമയത്തിനകം 2 രൂപങ്ങൾ പുറത്തേക്ക് വന്നു. മാനസിക നില തെറ്റിയ സണ്ണിക്കൊപ്പം വല്ലാതെ മെലിഞ്ഞുണങ്ങിയ ഒരു സ്ത്രീ രൂപം. തൻ്റെ വീണയുടെ സ്വന്തം അമ്മ. ആ ദയനീയ കാഴ്ച കണ്ടതും ശ്യാം അറിയാതെ കണ്ണീരോടെ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് പോയി.
മേഴ്സി പുറത്തേക്ക് വന്നു. അച്ഛന് നേരെ കൈകൂപ്പി സ്തുതി പറഞ്ഞു. അപ്പോൾ കൂടെ വന്ന പെൺകുട്ടിയോട് അച്ഛൻ പറഞ്ഞു, മോളെ, നീ 2 കസേരയും കൂടി ഇവിടെ ഇട്ടിട്ട് പൊയ്ക്കോളൂ. എനിക്കിവരോട് കുറച്ച് സംസാരിക്കാനുണ്ട്. അവൾ അകത്തു നിന്ന് പഴയ 4 കസേരകൾ ഉമ്മറത്തേക്ക് എടുത്തു വെച്ചു. അച്ചോ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി, ഞാൻ അപ്പുറത്തുണ്ടാകും. അത് പറഞ്ഞ് അവൾ നടന്നു നീങ്ങി. മേഴ്സി സംശയത്തോടെയും ഒരല്പം ആകുലതയോടെയും ഒപ്പമുള്ള അപരിചിതനായ ചെറുപ്പക്കാരനെ നോക്കുന്നത് കണ്ട് ജോസഫ് അച്ഛൻ ചോദിച്ചു, മേഴ്സി, എന്താ ഇങ്ങനെ ഒരു നോട്ടം? നീ അറിയോ ഇവനെ? അവരില്ലെന്ന അർത്ഥത്തിൽ പെതുക്കെ തലയാട്ടി. അച്ഛൻ കസേരയിലേക്ക് ചൂണ്ടി തുടർന്നു. മേഴ്സി, നീ ഇവിടെ ഇരിക്കെ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അച്ഛൻ അത് പറയുമ്പോൾ തെല്ലൊരു ശങ്കയോടെ മേഴ്സി കസേരയിലിരുന്നു. സണ്ണി അവളോട് ചേർന്നിരുന്നു. അയാൾ അപ്പോഴും മറ്റേതോ ലോകത്തായിരുന്നു. അന്തരീക്ഷത്തിലെ മൗനം ഭേദിച്ച് അച്ഛൻ പെതുക്കെ വിഷയത്തിലേക്ക് കടന്നു. മോളെ, ഇത് ശ്യാം എറണാകുളത്ത് നിന്ന് വന്നതാണ്. നിങ്ങളുടെ അവസ്ഥയൊക്കെ അറിഞ്ഞപ്പോൾ ശ്യാമിനൊരു തോന്നൽ, സണ്ണിയെ ഏതെങ്കിലും നല്ല ഹോസ്പിറ്റലിൽ കാണിക്കണം, നിങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യണം എന്നൊക്കെ. അതുകൊണ്ടാണ് ഞാൻ ഇവനെയും കൂട്ടി വന്നത്. അച്ഛൻ പറഞ്ഞു തീർന്നതും മേഴ്സിയുടെ തൊണ്ടയിൽ നിന്ന് ഒരു വലിയ തേങ്ങൽ ഉയർന്നു. അവർ കൈകൾ കൂപ്പി വിതുമ്പലോടെ പറഞ്ഞു, അച്ചോ, എൻ്റെ സണ്ണിച്ചായൻ്റെ അസുഖം മാറണമെങ്കിൽ ഞങ്ങളുടെ മോളൂട്ടി തിരിച്ചു വരണം. അല്ലാതെ ഈ അസുഖം മാറാൻ ഈ ലോകത്തൊരു മരുന്നുമില്ല. എല്ലാം അനുഭവിക്കാനായിരിക്കും കർത്താവ് തമ്പുരാൻ ഞങ്ങൾക്ക് വിധിച്ചിട്ടുള്ളത്. മേഴ്സിയുടെ ആ വാക്കുകൾ ശ്യാമിൻ്റെ ചങ്കിൽ തറച്ചു കയറി. തൻ്റെ മുന്നിൽ നിൽക്കുന്നത് തൻ്റെ ഭാര്യയുടെ അമ്മയാണെന്നും അവർ കരയുന്നത് തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയാണെന്നും ഓർത്തപ്പോൾ അവന് വികാരങ്ങൾ നിയന്ത്രിക്കാനായില്ല. ഉള്ളിൽ തികട്ടി വന്ന സങ്കടം അവൻ കഷ്ടപ്പെട്ട് അടക്കി പിടിച്ചു. മേഴ്സി, നീ സമാധാനപ്പെട്, അച്ഛൻ ആശ്വസിപ്പിച്ചു. എല്ലാം ശരിയാവാൻ ചില സമയങ്ങളുണ്ട്. തൽക്കാലം നമുക്ക് സണ്ണിയെ ഹോസ്പിറ്റലിലാക്കാം. നീ എന്തു പറയുന്നു? തൻ്റെ ഇച്ഛായനെയെങ്കിലും പഴയതുപോലെ തിരിച്ചു കിട്ടുമല്ലോ എന്ന നേർത്ത പ്രതീക്ഷയിൽ ആ സ്ത്രീ പെട്ടെന്ന് സമ്മതം മൂളി. മേഴ്സിയുടെ സമ്മതം കിട്ടിയ ഉടനെ തന്നെ ജോസഫ് അച്ഛൻ ബാക്കി കാര്യങ്ങളെല്ലാം വേഗത്തിൽ ക്രമീകരിച്ചു. അവരിൽ നിന്നും യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ ശ്യാമിൻ്റെ മനസ്സിൽ എന്തെന്നില്ലാത്ത സന്തോഷം നിറഞ്ഞു. ജോസഫ് അച്ഛൻ നേരെ പോയത് നാരായണ ചേട്ടൻ്റെ ചായക്കടയിലേക്കായിരുന്നു. അവിടെ എത്തി വിവരങ്ങൾ പങ്കുവച്ചു. സണ്ണിയെ ചികിത്സിക്കാൻ ശ്യാം സഹായം ചെയ്യാൻ തയ്യാറായ വിവരം കേട്ട് നാരായണ ചേട്ടൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അദ്ദേഹം ആ വാർത്ത നാട്ടുകാരെ എല്ലാം അറിയിച്ചു. നിമിഷങ്ങൾക്കകം ആ കൊച്ചു ഗ്രാമം മുഴുവൻ ആ വാർത്തയറിഞ്ഞു. പാവപ്പെട്ട ആ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം സണ്ണിയുടെ ചികിത്സയ്ക്കായി ഇത്രയും വലിയൊരു ചുവടുവെപ്പ് ഒരാൾ നടത്തുക എന്നത് അചിന്തനീയമായ കാര്യമായിരുന്നു. പിറ്റേന്ന് പുലർച്ചെ നേരം പരപരാന്ന് വെളുത്തപ്പോൾ തന്നെ ശ്യാം സണ്ണിയെയും മേഴ്സിയെയും കൂട്ടി യാത്ര തിരിച്ചു. നാരായണ ചേട്ടനും നാട്ടുകാരും അവരെ യാത്രയാക്കാൻ നേരത്തെ തന്നെ പള്ളിമുറ്റത്ത് ഒത്തുകൂടിയിരുന്നു. അവിടെ വെച്ച് ജോസഫ് അച്ഛനും മുസ്ലിം പുരോഹിതനും അവരെ ഒന്നിച്ചനുഗ്രഹിച്ചു. ആ ഗ്രാമത്തിൻ്റെ പ്രാർത്ഥനകളും കണ്ണീരും നിറഞ്ഞ സ്നേഹവും മുഴുവൻ ഏറ്റുവാങ്ങി അവരുടെ കാർ നഗരം ലക്ഷ്യമാക്കി പാഞ്ഞു. ആ യാത്ര ശ്യാമിന് കഠിനമായി തോന്നിയില്ല. തൻ്റെ ലക്ഷ്യത്തിലേക്കുള്ള ദൂരം കുറയുകയാണെന്ന ബോധ്യം അവന് വല്ലാത്തൊരു ഊർജം നൽകി. രാത്രിയോടെ അവർ മൂലമറ്റം നഗരത്തിൽ എത്തിച്ചേർന്നു. വർഷങ്ങളായി ആ കൊച്ചു ഗ്രാമത്തിൻ്റെ അതിരുകൾ വിട്ടെങ്ങും പോകാതിരുന്നത് കൊണ്ട് തന്നെ സണ്ണിയുടെയും മേഴ്സിയുടെയും കൈവശം നല്ല വസ്ത്രങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പഴയ വസ്ത്രങ്ങൾ എടുക്കാൻ ശ്യാം അവരെ അനുവദിച്ചതുമില്ല. അതുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകും മുൻപ് ശ്യാം അവരെയും കൂട്ടി നഗരത്തിലെ ഒരു ടെക്സ്റ്റൈൽസിലേക്ക് കയറി. അവർക്ക് ആവശ്യമായ പുതിയ വസ്ത്രങ്ങളും മറ്റ് അവശ്യ സാധനങ്ങളും അവൻ സ്നേഹത്തോടെ വാങ്ങി നൽകി. വസ്ത്രങ്ങളൊക്കെ മാറി പുതിയൊരു മനുഷ്യനെ പോലെ സണ്ണി മാറിയത് കണ്ടപ്പോൾ മേഴ്സിയുടെ കണ്ണുകൾ നിറഞ്ഞു. അതിനുശേഷമാണ് ശ്യാം അവരെയും കൂട്ടി നഗരത്തിലെ പ്രശസ്തമായ സൈക്യാട്രി ഹോസ്പിറ്റലിലേക്ക് ചെന്നത്. തലേന്ന് തന്നെ അവൻ സണ്ണിക്കായി അവിടെ ഒരു റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആവശ്യമായ പേപ്പർ വർക്കുകളെല്ലാം വേഗത്തിൽ തീർത്ത് അവൻ അവരെ റൂമിലേക്ക് മാറ്റി അഡ്മിറ്റാക്കി. ഡോക്ടർ എത്തി സണ്ണിയെ വിശദമായി പരിശോധിച്ചു. പരിശോധനയ്ക്ക് ശേഷം അദ്ദേഹം പ്രത്യാശയോടെ പറഞ്ഞു, കുറച്ച് സമയമെടുക്കും, എങ്കിലും സണ്ണിയുടെ അസുഖം പൂർണ്ണമായും ഭേദപ്പെടാൻ സാധിക്കും. അത് കേട്ടപ്പോൾ മേഴ്സി ആകാശത്തേക്ക് നോക്കി കൈകൂപ്പി കരഞ്ഞുപോയി. കാലങ്ങൾക്കിപ്പുറം അവരുടെ ജീവിതത്തിൽ കേൾക്കുന്ന ഏറ്റവും വലിയ ആശ്വാസവാക്കായിരുന്നു അത്. ഡോക്ടർ മേഴ്സിയെ നോക്കി തുടർന്നു, നിങ്ങൾ കുറച്ചു കഴിഞ്ഞ് എൻ്റെ ക്യാബിൻ വരെ വരണം. എനിക്ക് നിങ്ങളിൽ നിന്ന് ചില കാര്യങ്ങൾ കൂടി ചോദിച്ചറിയാനുണ്ട്.
ഒരു സൈക്യാട്രി ചികിത്സയിൽ രോഗിയുടെ ഭൂതകാല വിവരങ്ങൾ എത്രത്തോളം പ്രധാനമാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ശരി സർ, മേഴ്സി വിനയത്തോടെ മറുപടി നൽകി. കുറച്ച് സമയത്തിന് ശേഷം മേഴ്സി ഡോക്ടറുടെ ക്യാബിനിലെത്തി. തങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച കറുത്ത ദിനങ്ങളെക്കുറിച്ചും നഷ്ടപ്പെട്ട മോളൂട്ടിയെക്കുറിച്ചും അവർ വിറയലോടെ ഡോക്ടറോട് വിവരിച്ചു. ശ്യാം അപ്പോൾ പുറത്ത് സണ്ണിയുടെ കാവലായി നിൽക്കുകയായിരുന്നു. മേഴ്സി പുറത്തിറങ്ങിയ ഉടനെ ഡോക്ടർ ശ്യാമിനെ ഉള്ളിലേക്ക് വിളിച്ചു. ശ്യാമേ, നിനക്കിതിൽ ഇത്ര താല്പര്യം തോന്നാൻ എന്താണ് കാരണം? അവർക്ക് നീയുമായി എന്താണ് ബന്ധം? ശ്യാമിനെയും നേരത്തെ തന്നെ പരിചയമുണ്ടായിരുന്ന ഡോക്ടറുടെ ചോദ്യം തികച്ചും നേരിട്ടുള്ളതായിരുന്നു. ശ്യാം ഒരല്പം ആലോചിച്ചു. ഈ ഡോക്ടറോട് സത്യം മറച്ചു വെക്കുന്നതിൽ അർത്ഥമില്ലെന്ന് അവന് തോന്നി. അവൻ സണ്ണിയും കുടുംബവുമായി തനിക്കുള്ള ആത്മബന്ധം, തൻ്റെ ഭാര്യ വീണയുടെ യഥാർത്ഥ മാതാപിതാക്കളാണ് ഇവരെന്ന ആ മഹാസത്യം ഡോക്ടറോട് തുറന്നു പറഞ്ഞു. അത് കേട്ട ഡോക്ടർ ആകെ ഞെട്ടിപ്പോയി. വീണയ്ക്ക് ഇങ്ങനെയൊരു ഭൂതകാലം ഉണ്ടാകുമെന്ന് അദ്ദേഹത്തിന് ചിന്തിക്കാൻ പോലും കഴിഞ്ഞില്ല. കാരണം വീണയെ ദത്തെടുത്ത് വളർത്തിയ രവിശങ്കറിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു ആ ഡോക്ടർ. സാർ, ഇത് സാറിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കണം. ഒരു കാരണവശാലും പുറത്താരും ഇതറിയരുത്. ശ്യാം ഒന്ന് നിർത്തി അതീവ ഗൗരവത്തോടെ തുടർന്നു. എനിക്കിവിടെ വെച്ച് തന്നെ വീണയും അവരും തമ്മിലുള്ള ബന്ധം ഉറപ്പിക്കാനായി ഒരു DNA ടെസ്റ്റ് നടത്തണം. എങ്കിൽ മാത്രമേ എനിക്ക് അവരോട് ഉറപ്പിച്ച കാര്യങ്ങൾ പറയാൻ പറ്റൂ. അതുവരെ ഈ സത്യം രഹസ്യമായി തുടരണം. ശ്യാമിൻ്റെ വാക്കുകളിലെ നിശ്ചയദാർഢ്യം കണ്ട ഡോക്ടർ സമ്മതഭാവത്തിൽ തലയാട്ടി. തുടരും. അടുത്ത ഭാഗവുമായി കാണും വരെ ബൈ ബൈ. സ്റ്റേ സേഫ്.